പഴകിയ മത്സ്യങ്ങൾ വിൽപ്പന നടത്തിയ 2 വണ്ടികൾ തിരൂരങ്ങാടി നഗരസഭ പിടികൂടി. രാത്രി എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് റോഡ് കയ്യേറിയുള്ള വാഹനങ്ങളുടെ മത്സ്യവിൽപ്പന കണ്ടെത്തുന്നതിന് നടത്തിയ പരിശോധനയിലാണ് പഴകിയ മത്സ്യം പിടിച്ചെടുത്തത്. കക്കാട് ജംഗ്ഷനിൽ പൊതുറോഡിൽ മത്സ്യവിൽപ്പന നടത്തിയ വാഹനവും മമ്പുറം ജംഗ്ഷനിൽ മത്സ്യവിൽപ്പന നടത്തിയ വാഹനവുമാണ് പിടികൂടിയത്. 2 വാഹനത്തിൽ നിന്നും ദിവസങ്ങൾ പഴക്കമുള്ളതും ഐസിടാതെ സൂക്ഷിച്ചതും ഭക്ഷ്യയോഗ്യമല്ലാത്തതുമായ 60 കിലോയോളം മാന്തൾ, കിളിമീൻ, ദീപ് ഐല എന്നിവ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ റോഡ് കയ്യേറി പഴം, പച്ചക്കറി കച്ചവടം ചെയ്തിരുന്ന 7 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ വാഹനങ്ങളിൽ നിന്നും അനധികൃത കച്ചവടക്കാരിൽ നിന്നും 1.5 ലക്ഷം രൂപ പിഴ ഈടാക്കിയിരുന്നു. ഓരോ വാഹനത്തിനും 10,000 രൂപ വീതം പിഴ ഈടാക്കിയാണ് വാഹനം വിട്ടുനൽകിയത്. തുടർ ദിവസങ്ങളിലും പരിശോധന നടത്തുമെന്ന് നഗരസഭാ സെക്രട്ടറി പറഞ്ഞു. പരിശോധനയ്ക്ക് സെക്രട്ടറി MV റംസി ഇസ്മായിൽ നേതൃത്വം നൽകി. ക്ലീൻ സിറ്റി മാനേജർ TK പ്രകാശൻ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ A മോഹൻദാസ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ PP സ്മിത, K വിജേഷ് കുമാർ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ. അഴക് അത് പൊന്നിൽ തീർത്ത കവിത പോലെയാണ്. മാറുന്ന കാലത്തും മങ്ങാത്ത ഭംഗി. നാൽപ്പത് വർഷങ്ങൾ മിനുക്കിയ പാരമ്പര്യത്തിന്റെ തിളക്കം. തൂബ ജ്വല്ലറി, മെയിൻ റോഡ്, ചെമ്മാട്.